ഈശോയിൽ പ്രിയപ്പെട്ട സൗരങ്ങളെ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് മെയ് മാസത്തിൻ്റെ ദിവസങ്ങളൊക്കെ നമ്മൾ ഈശോയോട് കൂടുതൽ അടുക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് പരിശുദ്ധ അമ്മയുടെ അടുത്ത് ദൂതൻ പറഞ്ഞ ഒരു വാക്യം നിങ്ങളോടൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ദൂതൻ ഇങ്ങനെ വന്ന് പരിശുദ്ധ അമ്മയോട് പറയുന്നില്ലേ, മറിയമ്മേ നീ ഭയപ്പെടണ്ട, ഡു നോട്ട് ബി അഫ്രൈഡ്. നിങ്ങളിപ്പോൾ ഈ ശുശ്രൂഷ, ഈ ഒരു വചനം, ഈ ഒരു ടോക്ക് കേൾക്കുന്ന സമയത്ത് തന്നെ മാലാഖ വന്ന് പറയുന്നത് പോലെ ഈശോയുടെ സ്വരം നിങ്ങളുടെ ഉള്ളിലോട്ട്, വചനത്തിൻ്റെ ഒരു സ്നേഹം നിങ്ങളിലേക്ക് ഇപ്പം നിറയട്ടെ. ഇത് പ്രാർത്ഥിച്ചേ, ഭയപ്പെടണ്ട. കർത്താവിൻ്റെ സ്വരം ഹൃദയത്തിലോട്ട് ഏറ്റെടുത്ത് ഇന്ന് രാത്രി ഇത് പ്രാർത്ഥിച്ച് കിടന്നുറങ്ങുക. പരിശുദ്ധമ്മ കേട്ടതുപോലെ ഈ സ്വരം കേൾക്കാൻ ഇന്ന് രാത്രി ഇടവരട്ടെ. മറിയമേ നീ ഭയപ്പെടണ്ട. നിങ്ങൾ നിങ്ങളുടെ പേരെടുത്ത് പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിക്കുക. ജിൻസച്ച ഭയപ്പെടണ്ട. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പേരെടുത്ത് പറഞ്ഞിങ്ങനെ പ്രാർത്ഥിച്ച്, ഡു നോട്ട് ബി അഫ്രൈഡ്. അത് കർത്താവിൻ്റെ സ്വരമല്ലേ. ഇത് വിശുദ്ധ ഗ്രന്ഥത്തിലൊക്കെ പരിശുദ്ധ അമ്മ മാത്രമല്ല, പഴയ നിയമം മുഴുവൻ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ എത്ര ആൾക്കാരോട് കർത്താവ് കൊടുത്തൊരു വാഗ്ദാനമാണ്, ഡു നോട്ട് ബി അഫ്രൈഡ്. എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനെ എവിടെയോ കേട്ടതാണ്. അതായത് ഈശോ സുവിശേഷത്തിൽ, നിങ്ങളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യേണ്ടതുണ്ട്, ഈശോ സുവിശേഷത്തിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച സ്റ്റേറ്റ്മെൻറ്റ് ഇതാണെന്നൊക്കെ എവിടെയോ ഒരു വായന ഓർമ്മയിൽ ഇങ്ങനെ കിടപ്പുണ്ട്. ഭയപ്പെടണ്ട, ഭയപ്പെടണ്ട. ഏറ്റവും കൂടുതൽ ആവർത്തിച്ച വാക്യം അതാണെന്നൊക്കെ ഇങ്ങനെ ഒരു വായന കേട്ടിട്ടുണ്ട്. അതിൻ്റെ എണ്ണമൊന്നും നമ്മൾ നോക്കണ്ട, പക്ഷേ നമ്മളോട് എപ്പോഴും ഈശോ പറയുന്ന ഒരു കാര്യം അതാ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പേടിക്കണ്ട, സാരമില്ല എന്നങ്ങ് ചുമ്മാ ഒരു ആശ്വാസത്തിൻ്റെ വാക്കൊന്നുമല്ല. ഞാൻ കൂടെയുണ്ട്, നിങ്ങൾ ഭയപ്പെടണ്ടെന്ന്. എത്ര വലിയ സ്ട്രഗിൾസ്, സങ്കടങ്ങൾ, സഹനങ്ങൾ, വെല്ലുവിളികളൊക്കെ നമുക്ക് ഓരോ ദിവസം വരുമ്പോഴും, അനുദിന ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ നമ്മളിങ്ങനെ വീർപ്പ് മുട്ടിക്കുമ്പോഴും ഈശോ ഇതാ നമ്മളോട് പറയണേ. ദൂതനിലൂടെ പരിശുദ്ധമ്മ കേട്ട അതേ സ്വരം, പേടിക്കണ്ട. യോഹന്നാൻ 16:33 നന്നായിട്ട് അറിയാവുന്ന വചനമല്ലേ, നേരത്തെ കേട്ടിട്ടുള്ളതല്ലേ. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കം ഉണ്ടാവില്ല എന്നല്ല ഈശോ പറയുന്നത്. ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ലെന്നല്ല, സ്ട്രഗിൾസ് ഉണ്ടാവില്ലെന്നല്ല. നിങ്ങൾ ഇന്ന് അനുഭവിച്ചില്ലേ, ഇന്ന് സ്ട്രഗിൾ ചെയ്തില്ലേ, ഇന്ന് ഞെരുക്കങ്ങൾ ഉണ്ടായില്ലേ, ഇന്ന് തെറ്റിദ്ധാരണകൾ ഉണ്ടായില്ലേ. ഇന്ന് പ്രാർത്ഥിച്ച് ആരംഭിച്ച ഒരു ദിവസമാണ്, പക്ഷേ ഇന്നും സ്ട്രഗിൾസ് ഉണ്ടായിക്കാം, ഇന്നും വിഷമിച്ചിട്ടുണ്ടാകും, ഇന്നും ഒറ്റയ്ക്കിരുന്ന് ടെൻഷൻ അടിച്ചിട്ടുണ്ടാകാം. ഈശോ പറഞ്ഞാണ്, നിങ്ങൾക്ക് ഞെരുക്കം ഉണ്ടാകും, പക്ഷേ ഭയപ്പെടണ്ട, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഈശോയുടെ പ്രിയപ്പെട്ട കുഞ്ഞ് ഇന്ന് കടന്നുപോയ ആ ഞെരുക്കത്തെ, ആ ടെൻഷനെ, ആ സ്ട്രഗിളിനെ, ആ തെറ്റിദ്ധാരണയെ, ഇന്ന് കടന്നുപോയ ആ ഒരു ചങ്കുലയ്ക്കുന്ന ആ ഒരു അനുഭവത്തെ എല്ലാം ജസ്റ്റ് ഇതൊന്ന് ഓർത്ത് ട്രിഗർ ചെയ്ത് വേദന കൂട്ടണ്ട. ഇന്ന് നീ കടന്നുപോയ ആ ഒരു വലിയ വേദനയിൽ ഈശോയുടെ കുഞ്ഞിത് ഹൃദയത്തിലോട്ട് ഏറ്റെടുത്ത് അതിനെ ഓവർകം ചെയ്ത ഈശോയാണ് നിന്നോട് പറയണത്, നീ പേടിക്കരുതെന്ന്. ഇന്ന് നീ അതികഠിനമായിട്ട് ടെൻഷൻ അടിച്ചിട്ടുണ്ടാകാം, ഭയങ്കരമായിട്ട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടാകാം. ദൈവമേ ഇത് ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ ചങ്ക് തുറന്ന് കാണിച്ചിട്ട് നിങ്ങളെ മനസ്സിലാക്കാതെ പോയൊരു അനുഭവം ഇന്ന് ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാകും. ആൾക്കാർ കണ്ടാൽ എന്ത് വിചാരിക്കുമെന്ന് ഓർത്ത് നിങ്ങൾ കരച്ചിൽ പിടിച്ച് നിർത്തിയിട്ടുണ്ടാകാം. ഡോണ്ട് ബി അഫ്രൈഡ്. നിന്നെ ഇന്ന് വിഷമിപ്പിച്ച ആ സംഭവത്തെ അതിജീവിച്ച ഈശോ നിന്നോട് പറയാണ്. യോഹന്നാൻ 16:33 നിനക്ക് കുഞ്ഞെ ഈ ഞെരുക്കം ഉണ്ടാകും, പക്ഷേ പേടിക്കണ്ട, ഈ ലോകത്തെ ഞാൻ ജയിച്ചിരിക്കുന്നു. ഈശോ വിജയിച്ചിരിക്കുന്നു. ആ ഈശോ നിന്നെയും ജയിക്കാൻ വേണ്ടി സഹായിക്കും. മറ്റൊരു വചനം ഇങ്ങനെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തന്നെ 14-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ ഈശോ പറയുന്നൊരു വചനമില്ലേ, പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുമ്പോൾ. ഇത് ഒന്ന് വായിച്ചിട്ട് ഇന്ന് പ്രാർത്ഥിച്ച് കിടന്നുറങ്ങണം കേട്ടോ. യോഹന്നാൻ 14 അതിൻ്റെ 27-ാമത്തെ വാക്യം, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു. പരിശുദ്ധമ്മ ഈ വാക്യമൊക്കെ കേട്ടപ്പോൾ ടെൻഷൻ അടിച്ചു എന്നൊക്കെ നമ്മൾ വായിക്കുന്നില്ല, അസ്വസ്ഥപ്പെട്ടു എന്നൊക്കെ. അപ്പോഴാണ് പറയണേ, ഇത് ഭയപ്പെടണ്ടെന്ന്. ഈശോ ഇന്ന് നമ്മളോട് പറയാണ്. പരിശുദ്ധ അമ്മ കേട്ട പോലെ ഒരു സുവിശേഷം ഇന്ന് ഈ രാത്രിയിൽ നമ്മുടെ സ്ക്രീനിലൂടെ, നമ്മുടെ മൊബൈൽ ഫോണിലൂടെ ഇത് നമ്മളിത് കേൾക്കുകയാണ്. ഈശോയ്ക്ക് എന്നോട് പറയാൻ, ഈശോയ്ക്ക് നിങ്ങളോട് പറയാനുള്ളതാണ്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. മൈ പീസ് ഐ ഗിവ് ടു യു. നിനക്ക് ടെൻഷൻ ഉണ്ട്, ഉറക്കം വന്നില്ല, പേടിയുണ്ട്, നാളെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ഒരു ഉത്തരവും കൊടുക്കാനില്ല നിങ്ങളുടെ മുമ്പിൽ. ഈശോ പേടിക്കേണ്ടെന്ന് മാത്രമല്ല പറയാം, സമാധാനം തന്നുകൊണ്ടിരിക്കുകയാണ്. ഈശോയുടെ സമാധാനം ഇപ്പോൾ സ്വീകരിക്കുക. ആമേൻ പറഞ്ഞത് സ്വീകരിക്കുക. തൊട്ടടുത്ത വചനം ഒന്ന് ശ്രദ്ധിച്ചേ. ലോകം നൽകുന്നത് പോലെ അല്ല ഞാൻ നൽകുന്നത്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. ഈശോയാ ഇത് പറയണേ. ലോകം തരുന്നത് പോലെയല്ല. അച്ഛൻ നിങ്ങളോട് പറയാണ്, കുഴപ്പമില്ല, കുഴപ്പമുണ്ട്. പേരൻസ് പറയാണ്, അത് പോട്ടെ, അത് പോവത്തില്ല. നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് പറയും, ഒന്നുകൂടെ നോക്കാം. ചിലപ്പോൾ ഒന്നുകൂടെ നോക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഈ സാരമില്ലെന്നുള്ള വാക്കുകളൊക്കെ സാരമുള്ളതാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാലോ. ഇതൊക്കെ റിയാലിറ്റിയാണ് നമുക്കറിയാലോ. പക്ഷെ ഇതിപ്പോൾ പറയണത് വേറെ ആരുമില്ല, ഈശോയുടെ വചനം നമ്മളോട് പറയാണ്. ജോൺ 14:27, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാവേണ്ട, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു, ഭയപ്പെടണ്ട, ഭയപ്പെടണ്ട. ഹൃദയം അസ്വസ്ഥമാകേണ്ട, ഭയപ്പെടുകയും വേണ്ട. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ വചനം ഒന്ന് വായിച്ചിട്ട് ഇന്ന് കിടന്നുറങ്ങണേ. നിങ്ങളുടെ പ്രിയപ്പെട്ട ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ ഒരു സ്ട്രഗിളിലൂടെ ഇന്ന് നിങ്ങൾ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ ആരെങ്കിലും, നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവർ, പഠിക്കുന്നവർ, നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കണ്ടവരാ, പരിചയമുള്ളവരാ,
അവരെന്തേലുമൊക്കെ ഒരു അസ്വസ്ഥതയിലൂടെ ഇന്ന് കടന്നുപോയി എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒന്നും പറയാൻ പറ്റുന്നില്ലാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കും. ജസ്റ്റ് ഈ വചനം ഒന്ന് അവർക്ക് അയച്ചു കൊടുത്തേക്കോ. ഈ വീഡിയോ ആയിട്ട് തന്നെ ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ, ഈ നമ്മളിന്ന് പങ്കുവെച്ച ആ ചിന്ത മുഴുവൻ അവർക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ നല്ല. ഇല്ലെങ്കിൽ മിനിമം ഈ ജോൺ 14:27 ഈ വചനം ഒന്ന് അവർക്ക് അയച്ചു കൊടുക്കാമോ. ഈശോ പറയുന്നതായിട്ട് അവരെ സ്വീകരിക്കാൻ വേണ്ടി അവർക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇതൊരു വലിയ അനുഗ്രഹമാവട്ടെ. എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതയിലൂടെ കടന്നു പോകുന്ന ഈശോയുടെ പ്രിയപ്പെട്ട മക്കൾക്ക് ഇന്ന് പരിശുദ്ധ അമ്മ കേട്ട വാക്ക്, ഭയപ്പെടണ്ടെന്ന് പറഞ്ഞ ഒരു വാഗ്ദാനം ശക്തിയായിട്ട് മാറട്ടെ. സമാധാനമായിട്ട് ഇന്ന് കടന്നുറങ്ങുക. അസ്വസ്ഥതകളെല്ലാം ഈശോയുടെ കയ്യിലോട്ട് കൊടുക്കുക. ഭയപ്പെടേണ്ട, ലോകത്തെ ജയിച്ചവൻ ഇന്ന് നിൻ്റെ കൂടെയുണ്ട്. കൂട്ടിനായിട്ടൊരു അമ്മയുണ്ട്. അമ്മയുടെ മടിയിൽ കിടന്ന് ഈശോയുടെ മുഖം നോക്കി ശാന്തമായിട്ട് കിടന്നുറങ്ങിക്കോ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.